നമ്മുടെ അക്കൗണ്ട് ടെസ്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് KSR നമ്മൾ പറഞ്ഞ 3 പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ടിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ടിൽ ട്രാവലിംഗ് അലവൻസ് മാത്രമാണ് എന്ന് പറയും. അത് 116 റൂളുകളാണ്. റൂൾ 1 മുതൽ 116 റൂളുകളായിട്ടാണ് കിടക്കുന്നത്. ട്രാവലിംഗ് അലവൻസിന് 2 രീതിയിലുണ്ട്. ഒന്ന് ടൂർ TA, മറ്റൊന്ന് ട്രാൻസ്ഫർ TA. ടൂർ TA എന്ന് പറഞ്ഞാൽ ടൂറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടോ ഓഡിറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടോ വേറെ ഏതെങ്കിലും നമ്മുടെ പുസ്തക നിർമ്മാണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാം എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഓഫീസിലേക്ക് തന്നെ വരും. 5, 6, 7, 8 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഓഫീസൊന്നും മാറുന്നില്ല. അങ്ങനെ അത്തരം ആവശ്യങ്ങൾക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതാണ് ടൂർ TA എന്ന് പറയുന്നത്. മറ്റൊരു സ്ഥലം മാറ്റം, അത് നമുക്ക് ഇത് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം പഠിക്കാം. ഇവിടെ നമ്മൾ നേരത്തെ KSRൽ ഡെഫിനിഷൻ പഠിച്ചു. റൂൾ 12 37 ഡെഫിനിഷൻ പഠിച്ചു. അതിൽ പറഞ്ഞ ഡേ, നമുക്കറിയാം ഡേ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഇന്നലെ രാത്രി 12 മണി മുതൽ ഇന്ന് രാത്രി 12 മണി വരെ. അതാണ് ഒരു ദിവസം. കലണ്ടറിൽ അതാണ് ഒരു ഡേ. പക്ഷേ നമ്മൾ ട്രാവലിംഗ് നടത്തുമ്പോൾ കലണ്ടറിൽ 2 ഡേ ആണെങ്കിൽ പോലും ആകെ ആബ്സെന്റ് 24 മണിക്കൂറായാൽ അത് ഒരു ഡേ ആണ്. ഒന്നും കൂടി പറഞ്ഞാൽ ഒരു 10-ാം തീയതി ഓഫീസിൽ നിന്ന് ഒരാവശ്യത്തിന് വേണ്ടി പോകുന്നത് 12 മണിക്കാണ്. പിറ്റേ ദിവസം ഇപ്പോൾ 11-ാം തീയതി 11 മണിക്ക് 12 മണിൻ്റെ മുമ്പായിട്ട് തിരിച്ചെത്തിയാൽ അത് 2 കലണ്ടർ ഡേ ആണെങ്കിൽ പോലും നമ്മുടെ ഈ കാൽക്കുലേഷൻ അത് ഒരു ഡേ ആയിട്ടാണ് കൂട്ടി. 24 മണിക്കൂറും ഒരു ഡേ തന്നെയാണ്. പിന്നെ ഇതിൽ പറയുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 8 കിലോമീറ്റർ സറൗണ്ടിങ് ഉള്ളതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ സാധാരണഗതിയിൽ TA ഇല്ല. പക്ഷേ ക്ലാസ് 4 ജീവനക്കാർക്ക് ട്രഷറി ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് അവരെ ബസ് ഫെയർ കൊടുക്കാം. അതേപോലെ ടീച്ചിങ് പ്രാക്ടീസുള്ള TTIകളൊക്കെ നടത്തുന്ന സ്കൂളുകളിലോട്ട് ആ കുട്ടികൾ ടീച്ചിങ് പ്രാക്ടീസ് നമ്മുടെ സ്കൂളിൽ വരും. അപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി വരുന്ന ടീച്ചേഴ്സിന് അവരെ ആക്ച്വൽ സ്പെയർ കൊടുക്കാം. പിന്നെ മറ്റേ NCC ക്യാമ്പിലൊക്കെ പങ്കെടുക്കുക. അത്തരം കാര്യങ്ങൾക്കൊക്കെ 8 കിലോമീറ്ററിൻ്റെ ഉള്ളിലും ആണെങ്കിലും ആ ചെലവ് അനുഭവിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ DA അല്ലെങ്കിൽ TA 2-3 രീതിയിലുണ്ട്. അതിനിടയിൽ പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ പബ്ലിക് കൺവെയൻസ് ആൻഡ് സ്പെഷ്യൽ കൺവെയൻസ്. പബ്ലിക് കൺവെയൻസ് പൊതുവാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിൽ ട്രെയിന്, രണ്ടാമത് ബസ്, അത് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് ബോട്ടുകൾ, പിന്നെ കുറച്ചും കൂടി ഉയർന്ന ലെവലിൽ എയറോപ്ലെയിൻ. സ്പെഷ്യൽ കൺവെയൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം കാറോ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തോ കാറോ, ഇത് 2. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് TA. ഒന്ന് PTA, പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ്. അത് ചില ഡിപ്പാർട്ട്മെൻറ്റിൽ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് മാസത്തിൽ ഒരു 600 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഉണ്ട്. അതിനൊരുപാട് കണ്ടീഷനുകൾ ഇതിൽ പറയുന്നു, വിശദമായിട്ട് പറയുന്നു. ഒരു മാസത്തിൽ 15 ദിവസമെങ്കിലും ഇവർ ഹെഡ് ക്വാർട്ടേഴ്സിന് പുറത്ത് അവരുടെ ജുഡീഷ്യലിൽ അവരുടെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് അവർ യാത്ര ചെയ്തിരിക്കണം. ഒരു സ്റ്റേഷനിൽ 6 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഫുൾ ഡേ 6 മണിക്കൂറൊക്കെയുള്ള വർക്കിംഗ് ഡേ വരും. അപ്പോൾ ഒരു ഫുൾ ഡേ മറ്റൊരു സ്റ്റേഷനിൽ ഉണ്ടാവണം. അങ്ങനത്തെ കണ്ടീഷനിലാണ് കൊടുക്കുക. അവർ 600 രൂപയാണെങ്കിൽ 15 ദിവസമാണ് കണക്കാക്കുക. അപ്പോൾ ഒരു ദിവസത്തിന് 40 രൂപ വരും. ഒരു ദിവസം പോകാതിരുന്നാൽ ആ 40 രൂപ കുറയും. രണ്ടാമത് PCA, പെർമനന്റ് കൺവെയൻസ് അലവൻസ്. അതിന് കുറേ ഫീൽഡ് വർക്കിലൊക്കെ പോകുന്ന ആളുകൾക്ക് സാധാരണ ഈ കണക്കെടുക്കാനും മറ്റൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്കൊക്കെ ഈ എമൗണ്ട് കൊടുക്കും. അതിന് ഈ പറഞ്ഞ മാതിരി ഒരു മാസത്തിൽ കൃത്യമായിട്ട് ഇത്ര ദിവസം യാത്ര ചെയ്തിരിക്കണമെന്നോ ഇത്ര മണിക്കൂർ ചെലവഴിച്ചിരിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല സ്റ്റാറ്റിക്സിൻ്റെ ആളുകൾക്കൊക്കെ. അതാണ് PCA. മറ്റൊന്ന് മൈലേജ് അലവൻസ്. മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ കാറ്റഗറി നോക്കാതെ ഒരു കിലോമീറ്ററിന് 2 രൂപ വെച്ച് കൊടുക്കുന്നതാണ്. റോഡ് മാർഗ്ഗം യാത്ര ചെയ്യുന്നതിനാണ് മൈലേജ് അലവൻസ്. പിന്നുള്ളത്
ഡെയിലി അലവൻസ് DA എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ താമസിക്കേണ്ടി വരുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്നതാണ് ദിനവത്ത, ഡെയിലി അലവൻസ്. പിന്നെ ആക്ച്വൽ ട്രാവലിംഗ് എക്സ്പെൻസ്, മറ്റൊന്നും നോക്കാൻ എത്രയാണോ ചിലവ് അത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തന്നിട്ടുള്ള നോട്ടിൽ പേജ് നമ്പർ 19 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ 5 കാറ്റഗറി ആയിട്ടിരിക്കും. 4 കാറ്റഗറി, ഒരു 1 എയും ബി, ഗ്രേഡ് 1, ഗ്രേഡ് 2A 2B, ഗ്രേഡ് 3 ആൻഡ് 4 എന്ന് പറഞ്ഞാൽ 1, 2, 16 മുതൽ അതിന് മുമ്പുള്ള പട്ടിക വേറെയാണ്. അത് ഞാൻ ഇതിന്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് വേറെ പട്ടിക തരുന്നുണ്ട്. 1, 2, 16 നിലവിലുള്ള റേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. അതായത് ബേസിക് പേ 50,400 സ്കെയിലല്ല. നമ്മൾ പേ ഫിക്സേഷൻ പഠിച്ചപ്പോൾ സ്കെയിൽ പഠിച്ചു. സ്കെയിലല്ല, ബേസിക് പേ 50,400 അതിന്റെ മേലിൽ വാങ്ങുന്ന ആളുകൾ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സാണ്. ഇനി അവിടെ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട് കുറച്ച് ആൾക്കാർ IAS, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, പേഴ്സണൽ സെക്രട്ടറി ടു മിനിസ്റ്റേഴ്സ്, പിന്നെ മിനിസ്റ്റേഴ്സിന്റെ സ്പീക്കർ, ബോഡി ഗാർഡ് ഓഫ് ഗവർണർ, ഇത്തരം ആളുകളെ അവരുടെ ബേസിക് 50,400 എത്തിയിട്ട് ഇല്ലെങ്കിൽ പോലും അവർ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സാണ്. സെക്കൻഡ് എ എന്ന് പറയുന്നത് ഈ 42,500 മേലെയും നേരത്തെ പറഞ്ഞ 50,400 താഴെയും വരുന്ന ആളുകൾ. സെക്കൻഡ് ബി എന്ന് പറഞ്ഞാൽ 27,800 അതിന് മുകളിലും നേരത്തെ പറഞ്ഞ 52,500 താഴെയും വരുന്ന ആളുകൾ. തേർഡ് എന്ന് പറഞ്ഞാൽ 18,000 മുതൽ. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ബിലോ 18,000. ഇത് അങ്ങനെ വേർതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരേ രീതിയിലുള്ള ചെലവല്ല കൊടുക്കുക. ഒരു ടൂറിൽ എന്താ കിട്ടുക? ബസ് ഫെയർ കിട്ടും, അല്ലെങ്കിൽ ട്രെയിൻ ചാർജ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു ഇൻസിഡന്റൽ ചെലവ്, അനാമത്ത് ചെലവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചായ കടിയൊക്കെ കുടിക്കാനുള്ള ഒരു പൈസ, പിന്നെ താമസിക്കുന്നതിനുള്ള ദിനപത്തയും. അത് പട്ടിക കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, ഫസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സിന് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 80 പൈസ, 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 8 രൂപ, 100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 80 രൂപ. പക്ഷേ അവിടെ ഒക്കെ ഒരു കണ്ടീഷൻ ഉണ്ട്, മിനിമം ഹാഫ് DA കൊടുത്തിരിക്കണം. അപ്പൊ അവരുടെ DA എത്ര? ഫസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സിന്റെ DA 400 രൂപയാണ് കേരളത്തിനകത്ത്, പുറത്ത് 550 രൂപ. സെക്കൻഡ് ഗ്രേഡ് ഇനി 1 കിലോമീറ്ററിന് 60 പൈസ സെക്കൻഡ് എ. സെക്കൻഡ് ബി 50 പൈസ. എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ പോലും നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, നമ്മുടെ നോട്ടിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. തേർഡ് ആൻഡ് ഫോർത്ത് ഒക്കെ ഈ പറഞ്ഞ 50 പൈസ. അവരുടെ DA എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രേഡിന് 400 രൂപയും, സെക്കൻഡ് എയും ബിയും 320, തേർഡ് ആൻഡ് ഫോർത്ത് 250 രൂപയാണ്. അപ്പൊ മിനിമം അതിന്റെ പകുതി അവർക്ക് ഇൻസിഡന്റ് ആയിട്ട് കൊടുത്തിരിക്കണം. പിന്നെ താമസത്തിനുള്ള അത് കൊടുത്തിരിക്കണം. പിന്നെ കേരളത്തിന് പുറത്താണ് ഡ്യൂട്ടി, ഇപ്പൊ ഡൽഹി മറ്റെവിടെ, കേരളത്തിന് പുറത്ത് എവിടെ ആയാലും അവർക്ക് ഈ ദിനപത്തന്റെ പുറമെ അവർക്ക് താമസിക്കാനുള്ള എന്ത് കൊടുക്കും? റൂം റെന്റ് കൂടി കൊടുക്കും. അത് 4 സംസ്ഥാനങ്ങളിൽ, 4 സ്ഥലങ്ങളിൽ, ഇന്ത്യയിലെ 4 മെട്രോപൊളിറ്റൻ സിറ്റിയാണുള്ളത്. ഏതൊക്കെയുള്ളത്? ഡൽഹി, മുംബൈ, കൽക്കത്ത ആൻഡ് ചെന്നൈ. അവിടെ ഒരു റേറ്റും മറ്റുള്ള സ്ഥലങ്ങളിൽ വേറെ റേറ്റും. ആ റേറ്റ് ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സ് എത്ര ആളുകളാണെങ്കിൽ പോവാം. ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ 2,000 രൂപയും ഈ 4 സിറ്റിയിലല്ല എന്നാൽ 1,500 രൂപയാണ് വരുന്നത്. പിന്നെ പറയുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സിന് സെക്കൻഡ് AC യാത്ര ചെയ്യണം. സെക്കൻഡ് AC ട്രെയിനിൽ, സെക്കൻഡ് AC ബസ്സാണെങ്കിൽ എക്സ്പ്രസ് ബസ്സിൽ. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ഗ്രേഡ് ഓഫീസേഴ്സിന് സെക്കൻഡ് AC യാത്ര ചെയ്യാം. സെക്കൻഡ് AC. സെക്കൻഡ് എ ശരിക്കും ഫസ്റ്റ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് AC താഴെയാണ്. പക്ഷെ ഇപ്പോഴുള്ള 90% ട്രെയിനുകളിലും ഫസ്റ്റ് ക്ലാസ് ഇല്ല, ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഇല്ല. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് സെക്കൻഡ് AC കൊടുക്കും, അല്ലെങ്കിൽ തേർഡ് AC ആണ് കിട്ടുക. തേർഡ് AC എന്ന് പറയുമ്പോൾ അത് നമ്മൾ രാജധാനിക്കാരും തേർഡ് AC കിട്ടും. അല്ലാത്ത ആളുകൾക്ക് 3ഉം 4ഉം നമ്മൾ സാധാരണ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ കോച്ചിനാണ് അനുമതി കിട്ടുക. ബസ്സാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എക്സ്പ്രസ് ബസ്സും, പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് നമ്മുടെ സാധാരണ ഫാസ്റ്റ് പാസഞ്ചറുമാണ് കിട്ടുക.
പിന്നെ ഹിൽ ട്രാക്റ്റുകൾ, ഹിൽ ട്രാക്ട് രണ്ട് രീതിയിലുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഹിൽ ട്രാക്ട് ആൻഡ് സെക്കൻഡ് ക്ലാസ് ഹിൽ ട്രാക്ട്. അത് നമ്മൾ ബേജാറാവണ്ട, ചോദ്യത്തിൽ തരും ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ. ഫസ്റ്റ് ക്ലാസ് ഹിൽ ട്രാക്ട് ആണെങ്കിൽ എക്സ്ട്രാ 25% കൂടി കിട്ടും. ഇപ്പോഴുള്ള ഈ 400-ന്റെ പുറമെ 25% 100 രൂപ കൂടി എക്സ്ട്രാ കിട്ടും. സെക്കൻഡ് ഹിൽ ട്രാക്ട് ആണെങ്കിൽ 12.5% കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്? നോട്ടിൽ നോക്കുക, സംശയമുള്ളത് അപ്പോൾ ചോദിക്കണം. രണ്ടാമത് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ മീൻസ് കാൽക്കുലേഷൻ. 10 ദിവസത്തിന് ഫുൾ ഡി എ കിട്ടും. 10 ദിവസം വരെ ഫുൾ ഡി എ. 11 ദിവസം ഉണ്ടായാൽ 30 ദിവസം വരെ മുക്കാൽ 3/4 ആണ് കിട്ടുക. 30 ദിവസം കഴിഞ്ഞാൽ 31 മുതൽ 90 ദിവസം വരെ ഹാഫ് ഡി ആണ് കിട്ടുക. പിന്നെ കിട്ടില്ല. അതേ സമയത്ത് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള സിറ്റികളിൽ ഗവൺമെന്റ് ട്രെയിനിങ്ങിൽ, IMGയുടെ ഒക്കെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ആദ്യത്തെ 1 മാസം ഫുൾ റേറ്റും പിന്നെ 2 മാസം മുക്കാലുമാണ് കിട്ടുക. അപ്പം 3 മാസത്തിൽ കൂടുതൽ ഇവർക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിലോ പിന്നെ ഒരു നിശ്ചിത റേറ്റ് ഉണ്ട്. ആ റേറ്റ് നമ്മൾ പേജ് നമ്പർ 20 കൊടുത്തിട്ട് ആ റേറ്റ് പ്രകാരമാണ് കിട്ടുക. ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞത് 10 ദിവസത്തിന് ഫുള്ള്, പിന്നീട് തുടർച്ചയായുള്ള ദിവസങ്ങൾക്ക് മുക്കാല് 20 ദിവസം, പിന്നീടുള്ള 60 ദിവസം ഹാഫ്, മാക്സിമം 90 ദിവസം. ഇനിയിപ്പോൾ ഒരാൾ ഡ്യൂട്ടിക്ക് പോയി ഒരു 2 മണിക്കൂർ ഉള്ള ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു പോരുകയാണ്. അയാൾക്ക് എത്ര കിട്ടും? കിട്ടില്ല. 6 മണിക്കൂർ വരെ ഉള്ള ഒരു പരിപാടിക്കാണെങ്കിൽ ഒന്നും കിട്ടില്ല. TAD കിട്ടും, പക്ഷെ ഹാൾട്ടിനുള്ള DA കിട്ടില്ല. 6 മണിക്കൂറിന്റെ മേലെ വരികയും 12 മണിക്കൂർ താഴെ ആവുകയും ചെയ്താൽ ഹാഫ് ഡി കിട്ടും. 12 മണിക്കൂറിന് മേലെ വരികയും 24 മണിക്കൂർ വരെ ഒരു ഫുൾ ഡി എ. ഒരു കൺഫ്യൂഷൻ അല്ലേ? ഓക്കെ, ഒരാൾ മൊത്തം 50 മണിക്കൂറാണ് ഒരു ഡ്യൂട്ടി സ്ഥലത്ത് തങ്ങേണ്ടത്. 50 മണിക്കൂർ. അപ്പോൾ 24-ന് ഫുള്ള്, 48-ന് 2 ഫുള്ള്, പിന്നെ 2 മണിക്കൂറാണ്. അതിനൊന്നും കിട്ടൂല. 54 ആണെങ്കിലോ അപ്പോഴും 24, 48, പിന്നെ 6 മണിക്കൂറാണ്. അതിനും കിട്ടൂല. ഓക്കെ, 55 ആണെങ്കിലോ 24, 48, 7 മണിക്കൂർ. 7 മണിക്കൂർ 6 മണിക്കൂറിൽ കൂടുതലായതുകൊണ്ട് ഹാഫ് ഡി കിട്ടും. 48 ഒരു 61 മണിക്കൂറാണ്. അപ്പോൾ 48-ന് 2 ഫുള്ള്, പിന്നെ 13 മണിക്കൂർ ഉള്ളതുകൊണ്ട് 12-ൽ കൂടുതലായതുകൊണ്ട് ഫുൾ ഡി. അപ്പോൾ 3 ഡി കിട്ടും. ആ രീതിയിലാണ് കൂട്ടുക. പിന്നെ ഒരു കാര്യം, മിനിമം TA ഈസ് ഈക്വൽ ടു 1 DA എന്ന് പറയുന്നത്. മിനിമം TA ഈസ് ഈക്വൽ 1 DA എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ വില്ലേജ് ഓഫീസിൽ ഒക്കെ ഉള്ള ജീവനക്കാർ ചിലപ്പോൾ അവരുടെ റെമിറ്റൻസ് അന്നാന്ന് കിട്ടുന്ന കളക്ഷനുകൾ താലൂക്ക് ഓഫീസിൽ അല്ലെങ്കിൽ ട്രഷറിയിൽ അത് അടക്കേണ്ടി വരും. അപ്പോൾ അത് 8 കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും. അവരുടെ ബസ് ഫെയർ ഒരു 10-20 രൂപ ഉണ്ടാവും. അത് മിക്കവാറും 3rd ആൻഡ് 4th ജീവനക്കാരാണ് വരിക. അപ്പം അവരുടെ DA എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. അതിൻ്റെ പകുതി ഇൻസിഡൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ 125 രൂപ. ബസ് ഫെയർ ആണെങ്കിൽ കൂടി ഒരു 50-200 രൂപ താഴെ വരും. പക്ഷേ TA അല്ലെങ്കിൽ ട്രാവലിംഗ് ഈ ബസ് ഫെയർ പ്ലസ് ഇൻസിഡൻ്റൽ ഈസ് ഈക്വൽ ടു 1 DA 250 രൂപ കൊടുത്തിരിക്കണം. അത് സെക്കൻഡ് ആണെങ്കിൽ 320 രൂപ മിനിമം കൊടുത്തിരിക്കണം എന്നർത്ഥം. പിന്നെ DA ഡ്യൂറിങ് ഹോളിഡേയിൽ DA കിട്ടുമല്ലോ. നേരത്തെ നമ്മൾ ജോയിനിങ് ടൈമിൽ പഠിച്ചു. ഹോളിഡേ ഇടയ്ക്ക് വന്നാൽ അതിങ്ങനെ കൗണ്ട് ചെയ്തു. അവസാനം വന്ന മെച്ചം എന്ന് പറഞ്ഞ ഇവിടെ തിരിച്ച് ഒരാൾക്ക് വെള്ളിയും ശനിയും ഡ്യൂട്ടി ഉണ്ട്, തിങ്കളാഴ്ചയും ഡ്യൂട്ടി ഉണ്ട് എങ്കിൽ ഇടയ്ക്ക് വന്ന ഞായറാഴ്ച DA കിട്ടും. ശനിയാഴ്ച ഡ്യൂട്ടി കഴിയാണ്. ഞായറാഴ്ച വെറുതെ ഒരു സ്ഥലത്ത് പോയതല്ലേ, എന്നുവെച്ചാൽ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച ഇങ്ങോട്ട് പോവുകയാണ്, അതിനകത്ത് കിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടിക്ക് ഇടയിൽ വരുന്ന ഹോളിഡേ ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും. പിന്നെ സൺഡേ കിട്ടണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ജോലി ഉണ്ടായിരിക്കണം, അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ എയർ ജേണി ഇപ്പോഴത്തെ അവസ്ഥയിൽ 55,350 സ്കെയില് വാങ്ങുന്നവർക്ക് ഫസ്റ്റ് ഗ്രേഡ് ആയാൽ മാത്രം പോരാ, 50,400 ആയാൽ തന്നെ ഫസ്റ്റ് ഗ്രേഡ് ആവും. അത് പോരാ, 55,350 മേലെ സ്കെയില് വാങ്ങുന്നവർക്ക് എയർ ജേണി അനുവദിക്കും. പിന്നെ ഒരു
പറയുന്നുണ്ട് ജേണി വിത്തിൻ 50 കിലോമീറ്റർ. ജേണി വിത്തിൻ 50 കിലോമീറ്റർ. അത് പലപ്പോഴും നമ്മൾ SSL ഒക്കെ പോകുന്ന ആളുകൾ നന്നായിട്ട് അറിയാം. ഒരു ദിവസം ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അത് 50 കിലോമീറ്റർ വരെ ആണെങ്കിൽ അന്ന് തന്നെ തിരിച്ചു പോരണം. 50 കിലോമീറ്റർ എക്സീഡ് ചെയ്താൽ അയാൾക്ക് തലേ ദിവസം പോവാം. ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് പോന്നാൽ മതി. അപ്പോൾ ആ താമസിക്കുന്ന ഒരു ദിവസത്തിനും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനൊരു ഹാഫും തിരിച്ചിങ്ങോട്ട് വരുന്നതിനൊരു ഹാഫും എല്ലാം കൂടി 2 ഡേ കിട്ടും. അത് 50 കിലോമീറ്ററിന് എക്സീഡ് ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞു ജേണി വിത്തിൻ 24 hours. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞ അതാണ്. ഡേ എന്ന് പറഞ്ഞപ്പോൾ 2 കലണ്ടർ ഡേ ആണെങ്കിൽ പോലും ആകെ മൊത്തം ടോട്ടൽ അല്ലേ, ആകെ മൊത്തം ടോട്ടല് ആബ്സെന്റ് 24 മണിക്കൂറാണെങ്കിൽ 1 ഡേ ആയിട്ടാണ് പരിഗണിക്കുക. പിന്നെ ടാക്സി ഫെയർ ഇതിൽ പറയുന്നുണ്ട്, ഓട്ടോറിക്ഷ ഫെയർ പറയുന്നുണ്ട്. ടാക്സിക്ക് 8 കിലോമീറ്റർ വരെ ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർക്ക് ടാക്സി ഉപയോഗിക്കാം, 150 രൂപ വരെ കൊടുക്കാം. പിന്നെ മറ്റവർക്ക് 15 കിലോമീറ്റർ വരെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ആ റേറ്റ്. പിന്നെ സ്റ്റാഫ് കാർ പറയുന്നു. സ്റ്റാഫ് കാർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് വണ്ടി ഉള്ള ഓഫീസുകളാണെങ്കിൽ അവർക്ക് DA മാത്രമേ കിട്ടുള്ളൂ, TA കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നുകൂടി പറയാം. അവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അവർക്ക് TA കിട്ടും, ഒരു ഹാഫ് DA കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ 200 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ, 200 കിലോമീറ്റർ കൂടുതൽ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഹാൾട്ട്, അതിനൊരു ഹാഫ് DA കൊടുക്കും. അതൊക്കെ നമ്മുടെ നോട്ട്സിൽ പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയാൽ ഒരു പേടിങ്ങൾ പേടിക്കേണ്ട, നോട്ട്സിലുണ്ട്, സംശയങ്ങളിൽ. പിന്നെ അതിൽ പറയുന്നത് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ് പ്രൊവൈഡ് ഫ്രീ. ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്, ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ലോഡ്ജിങ് താമസം. ഇപ്പം നമ്മൾ കേരളത്തിന് പുറത്തോ അതല്ലെങ്കിൽ ചിലപ്പോൾ SSAയുടെ അതല്ലെങ്കിൽ SCRTയുടെ ഒക്കെ കോഴ്സിന് പോകുമ്പോൾ, പുസ്തക നിർമ്മാണത്തിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ താമസവും ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തരും. താമസവും ഭക്ഷണമൊക്കെ അവർ തന്ന നമ്മളെ DAയുടെ 4/1 നമുക്ക് കിട്ടുള്ളൂ. അപ്പം 400 രൂപ DA ഉണ്ടെങ്കിൽ 100 രൂപ നമുക്ക് കിട്ടുള്ളൂ. ബാക്കി അവർ ഭക്ഷണം താമസമായിട്ട് അവർ പിടിക്കും. പിന്നെ ബോർഡിംഗ് ഓൺലി, ഭക്ഷണം മാത്രം ഫ്രീ ആണെങ്കിൽ ഹാഫ് DA കിട്ടും. താമസം മാത്രം ഫ്രീ ആണെങ്കിൽ 2/3 2 ഭാഗങ്ങൾ. പിന്നെ അതിൽ പറയുന്നത് ഹാൾട്ട് ബ്രോക്കൺ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന് റേറ്റ് ഉണ്ട്. 10 ദിവസത്തിന് ഫുൾ റേറ്റ്, പിന്നെ 20 ദിവസത്തിന് 3/4, പിന്നെ 60 ദിവസത്തിന് ഹാഫ്. അപ്പോൾ ഒരാൾ മൊത്തം 15 ദിവസം ഡ്യൂട്ടി എടുത്തു. മൊത്തം 15 ദിവസം ഡ്യൂട്ടി എടുത്താൽ 10 ദിവസത്തിന് ഫുള്ളും 5 ദിവസത്തിന് 3/4 കിട്ടുക. പക്ഷേ ഈ 10 ദിവസം 15 ദിവസം 2 സ്ഥലത്താണ് ഡ്യൂട്ടി എടുക്കുക. ഒരു ദിവസം ഒരാൾക്ക് ഒരു 8 ദിവസം ഡ്യൂട്ടി ഒരു തൃശ്ശൂരാണ്, പിന്നെ ഒരു 5 ദിവസം ചാലക്കുടിയിലാണ്, വീണ്ടും തൃശ്ശൂരേക്ക് തന്നെ വരികയാണ്. ആകെ 15 ദിവസം, അതിൽ 8 ദിവസം അവിടെ, 5 ദിവസം തൃശ്ശൂർ. അപ്പോൾ 8 5 13, വീണ്ടും 2 ദിവസം ഇവിടെ. അങ്ങനെ വരുമ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ ബ്രേക്ക് വന്നതുകൊണ്ട്, 3 രാത്രിയിൽ കൂടുതൽ മാറി താമസിച്ചതുകൊണ്ട് ഈ ചാലക്കുടി നിന്നത് തൃശ്ശൂരിന്റെ ഭാഗമല്ല. അപ്പൊ തൃശ്ശൂരത്തെ 8 ദിവസത്തിന് ഫുള്ള് കിട്ടും, ചാലക്കുടിയിൽ 5 ദിവസത്തിന് ഫുള്ള് കിട്ടും, പിന്നെ തൃശ്ശൂർ വീണ്ടും വരുമ്പോൾ 2 ദിവസത്തിന് ഫുള്ള് കിട്ടും. ഇനി 15 ദിവസം തൃശ്ശൂർ തന്നെ ആണെങ്കിലോ കിട്ടൂല. അതേ സമയത്ത് തൃശ്ശൂർ 10 ദിവസം നിന്നു, 2 ദിവസം ചാലക്കുടി പോയി, വീണ്ടും 3 ദിവസം തൃശ്ശൂർ തന്നെ വന്നാൽ അത് ഈ തൃശ്ശൂരിന്റെ കൂട്ടത്തിലാണ് കൂട്ടുക. അത് വേറിട്ട് കൂട്ടണമെങ്കിൽ, ചാലക്കുടി വേറെ ആയിട്ട് കൂട്ടണമെങ്കിൽ 3 ദിവസമെങ്കിലും അവിടെ തങ്ങിയിരിക്കണം എന്നർത്ഥം. ഇന്റർമീഡിയറ്റ് ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ 200 കിലോമീറ്റർ കൂടുതലുണ്ടെങ്കിൽ അവർ കിട്ടുന്നർത്ഥം. പിന്നെ കുറച്ച് കാര്യങ്ങൾ, അരിയർ ക്ലെയിം 2 വർഷത്തിനുള്ളിൽ എന്നാണ് യാത്ര ചെയ്ത മാസത്തിന്റെ പിറ്റേന്ന് മുതൽ ഇയാൾക്ക് ക്ലെയിം ആവുകയും 2 വർഷത്തിനുള്ളിൽ അത് വാങ്ങിയെടുക്കുകയും ചെയ്യണം. പിന്നെ ഇവിടെ നിന്നുണ്ട് എക്സ്ചേഞ്ച് ഓഫ് DA ഫോർ മൈലേജ് അലവൻസ്. DA എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പിന്നെ 400 രൂപ ആ രീതിയിലുള്ള ഇതാണ് DA. അതല്ലെങ്കിൽ മൈലേജ് അലവൻസ്. ഏതാണോ കൂടുതൽ വെച്ചാൽ അയാൾക്ക് വാങ്ങാം. പക്ഷെ അതിന് 2 കണ്ടീഷൻ. ഒന്നിലധികം മോഡുകളിൽ യാത്ര ചെയ്യണം, ട്രെയിനിലും ബസ്സിലും, അല്ലെങ്കിൽ ബസ്സിലും ബോട്ടിലും, അങ്ങനെ. അല്ലെങ്കിൽ റോഡ് മാർഗം മാത്രം 32 കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താൽ DA ആണോ മൈലേജ് അലവൻസ് ആണോ ലാഭം എന്ന് വെച്ചാൽ അത് അയാൾക്ക് വാങ്ങാം. അത്ര ഉള്ള കാര്യമായിട്ടില്ല ഇല്ല. പിന്നെ അതിൽ ഞാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എന്താ ഉദാഹരണം വെച്ചാൽ, ഒരാള് എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോവാണ്. അയാൾ 1-ാം തീയതി പോയി, പിന്നെ 1-ാം തീയതി അവിടെ എത്തി,
2-3 ദിവസങ്ങളിൽ അയാൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം അയാൾക്ക് ഡ്യൂട്ടി ഇല്ലാതെ അവിടെ നിന്നു. 5-ാം തീയതി തിരിച്ചു പോന്നു. അപ്പോൾ അയാളുടെ പിന്നെ ട്രെയിൻ ഫെയർ ഫസ്റ്റ് ക്ലാസ്സിന് 695 റുപ്യ പറയുന്നുണ്ട്. അയാളുടെ DA 400 റുപ്യാണെന്ന് പറയുന്നുണ്ട്. ഒക്കെ പറയുന്നുണ്ട്. അത് വിശദമായിട്ട് ചോദ്യവും അതിന്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം നമ്മൾ ഇതാ കൃത്യമായി പേജ് നമ്പർ 21 ഒരു ചോദ്യം ഒരു മോഡൽ. പിന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇതാ ഇതിന് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒരു 4 പേജ് ചോദ്യങ്ങൾ. 4 പേജ് എന്ന് പറഞ്ഞാൽ എത്ര ചോദ്യങ്ങൾ? 50 ചോദ്യങ്ങൾ DA മാത്രമുണ്ട്. അതിൽ ട്രാൻസ്ഫർ ടിയേഡും വരും. ട്രാൻസ്ഫർ ടി നമ്മൾ ഇന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല. ട്രാൻസ്ഫർ ടി നമുക്ക് അടുത്ത ദിവസം ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഒന്നുകൂടി നോട്ട്സ് ആദ്യം പറയാനുള്ളത്, നോട്ട്സ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം, മുമ്പിൽ എടുത്തിട്ട് വെച്ചിട്ട് വേണം നമ്മൾ വീഡിയോ കേൾക്കാൻ. അത് പൗസ് ചെയ്തിട്ടും അല്ലാതെ ഒക്കെ നമ്മൾ കേൾക്കുക. നോട്ട്സ് നമ്മുടെ കയ്യിൽ വേണം. സംശയം വരുമ്പോൾ അവിടെ പൗസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും തുടരാം. എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക. ഓക്കെ.